ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കോതമംഗലത്തുള്ള ബാബുചേട്ടൻ്റെ വീട്ടിലാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും, അതാണ് അദ്ദേഹത്തിൻ്റെ വീട്. വീടിനോട് ചേർന്നിട്ടുണ്ട് ഈ താഴെ കാണുന്നത് സ്വിമ്മിംഗ് പൂൾ അല്ല കേട്ടോ. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്വിമ്മിംഗ് പൂളായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ മത്സ്യകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടെ മത്സ്യകൃഷിയൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് നമ്മളെ റാസ് സിസ്റ്റം അതുപോലെ തന്നെ ബയോഫ്ലോക്ക് സിസ്റ്റം ഒക്കെ പരീക്ഷിച്ച് ഫിഷ് ഫാമിങ്ങിലെ നൂതന ടെക്നോളജികളും അതുപോലെ തന്നെ പുതുപുത്തൻ കാഴ്ചകളും കാണാനും അത് പകർത്താനും വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ യാത്രയിലാണ് ഞാനിന്നിവിടെ എത്തിപ്പെട്ടത്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള പ്രതീക്ഷയുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ. വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ്. നമസ്കാരം ബാബു സാർ. നമസ്കാരം സാർ. ഇപ്പോൾ എത്ര ഇവിടെ മീൻ കൃഷി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഏകദേശം ഒരു 20 കൊല്ലമായിട്ടുണ്ട്. 20 കൊല്ലമായിട്ടുണ്ട്. ഇവിടെ മീൻ കൃഷി അല്ലാതെ വേറെ മറ്റ് കൃഷികൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ കൃഷികളും ഉണ്ട്. എനിക്ക് വാഴയുണ്ട്, തെങ്ങുണ്ട്, പിന്നെ പച്ചക്കറികളും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പശു, ആട്, കോഴി അങ്ങനെയുള്ള എല്ലാ ലൈഫ് സ്റ്റോക്കുകളും ചെയ്യുന്നുണ്ട്. നാടൻ കോഴി, നാടൻ പശു ഇതെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ടോട്ടലി ഫുൾ ടൈം ഒരു കർഷകനാന്ന് തന്നെ പറയാം, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഫുൾ ടൈം കർഷകനാണ്. ഇതുവരെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഞാൻ കെമിക്കലിൻ്റെ മാർക്കറ്റിങ്ങിലായിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല, പാർട്ട് ടൈം ആയിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ടൈം ഇതിനകത്ത് തന്നെ ഇൻവോൾവ് ആണ്. ഓക്കെ. ഇപ്പോൾ വീടിനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇത് കുളം നിർമ്മിച്ചതാണോ അതോ എന്താണ്? ഇപ്പോൾ ബാക്കിൽ ഇപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മീൻകുളം. ഇതെങ്ങനെ ഈ കുളം നിർമ്മിച്ചതാണോ? ഇത് വീട് പണിയോടനുബന്ധിച്ച് ഇവിടെ പാറ പൊട്ടിച്ച് കുറച്ച് കല്ലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളമായിട്ട് വന്നിരുന്നു. പിന്നെ അത് സ്വിമ്മിംഗ് പൂളായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്തു. കുറച്ച് വർഷങ്ങളോളം സ്വിമ്മിംഗ് പൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ മെയിൻ്റെനൻസ് കോസ്റ്റ്ലി ആയതിൻ്റെ പേരിൽ അത് കുറച്ചു. പിന്നെ അതിൻ്റെ കൂടെ ആണ് ഇപ്പോൾ എല്ലാ കൊല്ലവും ഞാൻ മീൻ ചെയ്യാറുണ്ട്. ലാർജ് സ്കെയിൽ ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് ലാർജ് സ്കെയിൽ ചെയ്യുന്നത്. ഓക്കെ. തുടക്കത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് കുളമാക്കി മാറ്റി എന്ന് പറഞ്ഞില്ല, മീനിനെ വളർത്താൻ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് അത് ഏത് വർഷമായിരുന്നു? എത്ര വർഷം മുമ്പായിരുന്നു? ഒരു 18 വർഷം മുമ്പാണ് ആദ്യമായിട്ട് മീൻ ഇട്ടത്. 18 വർഷം മുമ്പ്. അന്ന് ഏതായിരുന്നു? തിലോപ്പിയ, നാടൻ തിലോപ്പിയാണ് ഇട്ടത്. ഓക്കെ. അത് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അത് പെറ്റ് പെരുകി ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വലുപ്പത്തിലേക്ക് മാത്രം വളരാൻ ആയി. അത് ഒരു ശല്യമായി മാറി. അങ്ങനെ ഞാൻ തിലോപ്പിയ വളത്തിൽ ഏതാണ്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് പല മീനുകളിലും കട്ട്ല, രോഹു അങ്ങനെയുള്ള നടൻ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നട്ടർ ചെയ്തിരുന്നു. നട്ടർ എനിക്ക് നല്ല വിളവായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ലെവലിൽ ചെയ്തിരുന്നില്ല. പിന്നെ ആസാം വാള ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ തിലോപ്പിയെ പറ്റി കേട്ടത്. ഈ ബ്രീഡ് ആവില്ല, മോണോസിക്സ് ആണെന്നുള്ളൊരു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനിപ്പോഴും ഹൈ ഡെൻസിറ്റിയിലേക്ക് മാറിയിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇത്തവണ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചില്ല ഏതൊക്കെ കുഞ്ഞുങ്ങളാണ്? ഇപ്പോൾ ഇതിനകത്ത് കട്ട്ലയുണ്ട്, രോഹു ഉണ്ട്, ചിത്രലയുടെ ഉണ്ട്, പിന്നെ ക്രാമ്പി ഉണ്ട്, കോഴിക്കാർപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു കുളത്തിൽ ഏകദേശം എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്ന ഏകദേശം ഒരു ഐഡിയ ഉണ്ട്? കാരണം ഇതൊരു പ്രത്യേക ഒരു ഷേപ്പായ കാരണം ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ അതോ അതിന് ഐഡിയ ഉണ്ടോ? ഇത് ഏകദേശം ഒരു 7 ലക്ഷം ലിറ്റർ വെള്ളമുണ്ട്. 7 ലക്ഷം ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 6 അടി മുതൽ 8 അടി വരെ താഴ്ച വെള്ളം നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത്. അപ്പോൾ ഒരാൾ പൊക്കത്തിൽ വെള്ളപ്പത്തിലുണ്ട്, പൊക്കത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. കൂടുതൽ വെള്ളം ഉണ്ട് അല്ലേ? ഓക്കെ. ഇതിലിപ്പോൾ ഒരു 6 ഐറ്റം മത്സ്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഏകദേശം എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എല്ലാം കൂടി? എല്ലാം കൂടി 10,000-ത്തിനടുത്തുണ്ടാവും. 10,000-ത്തിനടുത്തുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഇതിൽ ഹൈ ഡെൻസിറ്റിയിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പെർമിഷനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് തിലോപ്പിയൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അങ്ങനെ എന്ത് ചെയ്തിരുന്ന ലൈസൻസിന്? ഞാൻ കഴിഞ്ഞ 2 വർഷം ലൈസൻസിനെ പറ്റി അന്വേഷിച്ചിരുന്നു. പക്ഷേ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിരുന്നു, പറഞ്ഞ് കേട്ടതനുസരിച്ച്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് 3 മാസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടി. തിലോപ്പിയുടെ ലൈസൻസ് കിട്ടി. അതുപോലെ സബ്സിഡൈസ്ഡ് കർണാടകം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു മറ്റുള്ള പറയുന്ന മാതിരിയുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇപ്പോൾ ലൈസൻസ് കിട്ടാൻ ഇപ്പോൾ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ലൈസൻസ് കിട്ടാൻ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. 1, ആ സ്ഥലത്തിൻ്റെ സ്കെച്ച്, അത് വില്ലേജിൽ നിന്ന് കിട്ടും. 2, പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതിന് കൈവശ സർട്ടിഫിക്കറ്റ്, കരം തീർത്ത രസീത്. ഇത് മൂന്നും ആധാർ കാർഡുമാണ്. ഈ 4 ഐറ്റം മാത്രം മതി നമുക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇത് കിട്ടാൻ നമ്മൾ FFD അല്ല എവിടെ പോകേണ്ടത്? FFDയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിൽ നമുക്ക് ലൈസൻസ് കിട്ടും. അപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് ഇപ്പോൾ എത്രയായി? ഇപ്പോൾ ഏകദേശം 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഗിഫ്റ്റിന് അപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ വിളവ് എടുക്കുന്നതനുസരിച്ചാണ്, നിലവിലുള്ള വിളവ് എടുക്കുന്നതിനനുസരിച്ചാണ് ഗിഫ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള പ്ലാനിങ്. അടുത്ത തവണ വിത്ത് ഇറക്കുന്നത് ഗിഫ്റ്റാണോ?
അടുത്ത തവണത്തേക്ക് ഗിഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനത് തിലോപ്പിയ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാർവെസ്റ്റ് എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നോർമലി തിലോപ്പിയ ഹാർവെസ്റ്റിങ് ഈസി അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് വെള്ളം കുറച്ച് ഒത്തിരി വറ്റിച്ചിട്ട് വേണം എനിക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രഷായിട്ട് ഞാനിപ്പോൾ എങ്ങനെ ഹൈ ഡെൻസിറ്റിയിൽ മീൻ വളർത്താമെന്നും അത് എത്രമാത്രം എന്തൊക്കെ ചെയ്യാന്നുള്ളതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കും. വെൽ സ്റ്റഡീഡാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു മീനും ചത്തുപോയോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെയുള്ള യാതൊരൊന്നും ചെയ്യാതെ വളർത്താനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ടൈമിലേക്ക് ഞാനത് നല്ല രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എനിക്കിപ്പോൾ 70,000 കുഞ്ഞുങ്ങൾ ഇടാനുള്ള ലൈസൻസാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു പോണ്ടിൽ ഫിഷറീസ് നിന്ന് ആള് വന്നിട്ട് 70,000 ഗിഫ്റ്റ് തിലോപ്പിനെ നിക്ഷേപിക്കാന്നുള്ള ലൈസൻസ് തന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത് 10,000 കുഞ്ഞുങ്ങളെ ഇപ്പൊ നിക്ഷേപിച്ചത് ട്രയൽ റൺ മാത്രമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പറ്റില്ല വേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു ഇവിടെ റാസ് പരീക്ഷിച്ച് നോക്കിയിരുന്നു എന്നോട് കുറച്ച് നേരം പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെ അതിന്റെ കാര്യങ്ങൾ എവിടെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അതിന്റെ? ഞാൻ തുടക്കത്തിൽ റാസാണ് കേട്ടിരുന്നത്. എനിക്ക് അക്വാകൾച്ചറിനെ പറ്റി അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ റാസിനെ പറ്റി ഞാൻ കുറച്ച് നെറ്റിൽ നോക്കി പഠിച്ചു. മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ അറിവ് അനുസരിച്ചും കുറേ 2-3 ഫിഷ് വളർത്തുന്ന ഗ്രൂപ്പിൽ നിന്ന് മനസ്സിലാക്കിയനുസരിച്ച് റാസിന് സെറ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഇത്രയും വെള്ളമുള്ളതുകൊണ്ട് ഏതാണ്ട് 1,000,000 ലിറ്റർ വെള്ളമുണ്ട്. അത് നന്നായിട്ട് വെയിൽ കൊള്ളുന്നതായതുകൊണ്ട് നന്നായിട്ട് ആൽഗെ വളരുന്ന പോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റാസ് ഞാൻ റൺ ചെയ്തിട്ട് എനിക്ക് ഫെയിലറായിരുന്നു. റാസ് എത്ര മാസം റൺ ചെയ്ത് നോക്കി, പരീക്ഷ നോക്കി? ഞാൻ ഏകദേശം 2 മാസം റൺ ചെയ്ത് നോക്കി. ഓക്കെ. പക്ഷേ ഇപ്പോഴും റാസ് റണ്ണിങ് ആണ്, ഓഫ് ചെയ്തിട്ടില്ല. റാസ് റണ്ണിങ് ആണ്. ആ ഒപ്പം തന്നെ ആ ബയോഫ്ലോക്കിലേക്ക് ഞാൻ കൺവേർട്ടായി. ഓക്കെ. അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ്ങിൽ അതായത് മോഡേൺ ടെക്നോളജി ആയിട്ടുള്ള റാസ് സിസ്റ്റം പരീക്ഷിച്ച് നോക്കി. പക്ഷേ റാസ് സിസ്റ്റം വേണ്ട രീതിയിൽ റിസൾട്ട് കിട്ടിയില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിൽ എന്താ ബയോഫ്ലോക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ബയോഫ്ലോക്കിലാണ് കംപ്ലീറ്റ് റൺ ആവുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു കുളത്തിൽ ബയോഫ്ലോക്കാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കാണെങ്കിൽ അറിയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ 2-3 യൂണിറ്റ് ബയോഫ്ലോക്ക് വിസിറ്റ് ചെയ്തിരുന്നു. അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയ ബയോഫ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിയർ വാട്ടർ സിസ്റ്റം അല്ല, ഒരു ബ്രൗണിഷ് കളറാണ് കാണുന്നത് വെള്ളം. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഗ്രീനാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ബയോഫ്ലോക്ക് എന്ന് പറയുന്നത് ബ്രൗണിഷ് തന്നെ അല്ല, അതൊരു ഫ്ലോക്കാണ്. ഓക്കെ. ആ ഫ്ലോക്ക് ഗ്രീനിഷും ഉണ്ട്. വെയിൽ കൊള്ളുന്ന സ്ഥലത്ത്, നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ അത് ഗ്രീനിഷ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഫ്ലോക്ക് ഉണ്ടാവും. നല്ല രീതിയിൽ ആണെങ്കിൽ നമുക്ക് ഫ്ലോക്ക് അല്ലെന്നുണ്ടെങ്കിൽ മീനിന് ഫുഡിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ മീനിൻ്റെ സ്ട്രെസ് കണ്ടറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നിൽ അമോണിയ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ pH മാറിയിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എൻ്റെ പോണ്ടിനെ സംബന്ധിച്ചോളം ഇത് ഗ്രീനിഷ് ആവുന്നതിൻ്റെ 2 കാരണമുണ്ട്. ഒന്ന്, നന്നായിട്ട് വെയിൽ കൊള്ളുന്ന പോണ്ടാണ്. രണ്ടാമത്, അതിനകത്ത് ഡെൻസിറ്റി കുറവാണ് മീനിൻ്റെ. അപ്പോൾ ഉണ്ടാകുന്ന ഫ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടും മീൻ തിന്നു വരുന്നില്ല. എനിക്ക് ഡെയിലി ഒരു 5-6 കിലോ ഫീഡ് റോവലിൻ്റെ ഫീഡ് കൊടുത്തുകൊണ്ട സ്ഥാനത്ത് ഇപ്പോൾ ചുരുങ്ങിയിട്ട് 1 കിലോ താഴേക്ക് മതി. ഓക്കെ. അതായത് ഈ 10,000 കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ തുടക്കത്തിൽ 5 കിലോ തീറ്റ ഏകദേശം കൊടുത്തിരുന്നു? തുടക്കത്തിലല്ല, ഗ്രോത്ത് ആയതിനു ശേഷം 3 മാസമായി കഴിഞ്ഞ സമയത്ത് 5 കിലോ 6 കിലോ വരെ ഡെയിലി വേണ്ടി വരുന്നു. ഓക്കെ. ഇപ്പൊ അതാ സ്ഥാനത്ത് വന്നിട്ട് 1 കിലോയിലേക്ക് താഴേക്ക് താഴ്ന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഇത് ബയോഫ്ലോക്ക് ആക്കിയിട്ട് എത്രയായി? ഇപ്പൊ 5 മാസമായി എന്ന് പറയും മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. 5-3 മാസം പല സമയത്തായിട്ട് നിക്ഷേപിച്ച കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചത്. ഓക്കെ. അപ്പൊ ഈ ഫ്ലോക്ക് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബയോഫ്ലോക്കിൽ ഓടുന്നത്. ഇപ്പൊ ഈ കുളത്തിൽ ബയോഫ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ബയോഫ്ലോക്ക് ആക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് പഞ്ചസാര ആഡ് ചെയ്തു. കൂടെ ഗോതമ്പ് പൊടി, നാച്ചുറൽ ആയിട്ടുള്ള ഗോതമ്പ് പൊടി ആഡ് ചെയ്തു. ഈ രണ്ടും ആഡ് ചെയ്ത് ഗോതമ്പ് പൊടി ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമോണിയയുടെ അളവ് 1 എന്നുള്ളത് 1.2 വരെ എത്തിച്ചു. ഒരു മിനിറ്റ്, ഒരുപാട് സുഹൃത്തുക്കൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സംശയം ഉണ്ടായിരിക്കും. അതായത് ഈ കുളത്തിൽ ഓൾറെഡി റാസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ റാസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിലിടക്ക് നിങ്ങൾക്ക് അമോണിയയിലെ വേരിയേഷൻ വന്നിരുന്നു? അമോണിയയിൽ വേരിയേഷൻ വന്നു, അമോണിയ കൂടുന്നുണ്ടായിരുന്നു. കൂടുന്നുണ്ടായി. ആ സമയത്താണ് നിങ്ങൾ ബയോഫ്ലോക്ക് ആക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ പഞ്ചസാരയും അതുപോലെ തന്നെ വേറെ ഏതോ ഗോതമ്പ് പൊടി അത് നേരിട്ട് കുളത്തിലേക്ക് ഇടാണ് ചെയ്തത്? അത് സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്തിട്ട് ഫ്ലോക്ക് ഉണ്ടാക്കിയിട്ട് നിക്ഷേപിക്കണം? നേരിട്ട് ആഡ് ചെയ്യുക ചെയ്തതിൽ അങ്ങനെ അളവ് അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഡെയിലി ഒരു 1/2 കിലോ പഞ്ചസാര വെച്ച് ആഡ് ചെയ്തിരുന്നു. ഡെയിലി 30 ഡേയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1 മാസത്തോളം ഡെയിലി 1/2 കിലോ പഞ്ചസാര വെച്ചിട്ട് ആഡ് ചെയ്ത്. പിന്നെ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ശരിയാണ്? അതിന്റെ കൂടെ അന്നൊരു 2 കിലോ ഗോതമ്പ് പൊടി കൊടുക്കുമായിരുന്നു. 2 കിലോ ഗോതമ്പ് പൊടിയും, അതായത് 1/2 കിലോ പഞ്ചസാര 2 കിലോ ഗോതമ്പ് പൊടിയും 30 ദിവസം അല്ല, പിന്നെ കൊടുത്തോണ്ടിരുന്നു. ഏകദേശം 30 ദിവസത്തോളം കൊടുത്തു. കണ്ടിന്യൂ ആയിട്ട് കൊടുത്തു. പിന്നീട് വേണമെങ്കിൽ ഇടക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ?
പിന്നെ അതിനുശേഷം നിങ്ങൾ ഡെയിലി അമോണിയ ചെക്ക് ചെയ്യലുണ്ടായിരുന്നു? അമോണിയ എല്ലാവരും 3 ദിവസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, സീറോ. എത്ര കാലം കഴിഞ്ഞതിന് ശേഷം? അത് 1 മാസം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എത്ര 15 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് അമോണിയ കുറഞ്ഞു തുടങ്ങി. ഒരു 30 ദിവസം ആയപ്പോഴത്തെ അമോണിയ സീറോ ആയിട്ട് മാറി. സാർ, അതുപോലെ തന്നെ ഈ ബയോഫ്ലോക്കിനെ കുറിച്ച് ട്രെയിനിങ് ക്ലാസ് വല്ലതും കിട്ടി? അതോ സ്വന്തം ഇഷ്ടത്തിനാണോ അതൊക്കെ ഡെവലപ്പ് ചെയ്തത്? ഞാൻ ആദ്യമായിട്ട് ബയോഫ്ലോക്കിനെ പറ്റി കേൾക്കുന്നത് വരാപ്പുഴയുള്ള സുധാകരൻ സാറിൻ്റെ അടുത്തു നിന്നാണ്. അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. പുള്ളിയുടെ 2-3 റൈറ്റിങ്സ് വായിച്ചു, 2-3 എക്സ്പ്ലനേഷൻ കേട്ടു, എന്നിട്ട് മനസ്സിലായില്ല. ഞാൻ പിന്നെ പുള്ളിയായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു. പുള്ളിയുടെ ഫാം വിസിറ്റ് ചെയ്ത് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ കുറച്ച് നെറ്റിൽ നിന്ന് വായിച്ചു. അപ്പോൾ ടെക്നോളജി വൈസ് എനിക്കത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളും പിന്നെ സുധാകരൻ സാറിൻ്റെ അടുത്തു നിന്നും മറ്റുള്ള കുറേ ആളുകളിൽ നിന്നും കുറേ ഡോക്ടറേറ്റ് കിട്ടിയ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് കിട്ടിയതും കൂടാതെ കുഫോസിലൊരു 3 ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിനകത്ത് ഒരു നല്ല ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിനകത്ത് നമ്മൾ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ബയോഫ്ലോക്കിനെ പറ്റി നല്ലൊരു വിവരണം കിട്ടി, എങ്ങനെ റൺ ചെയ്യാമെന്നുള്ളത്. കൂടാതെ ഇപ്പോൾ ഞാൻ ബയോഫ്ലോക്കിലേക്ക് റൺ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഓക്സിഡേഷൻ എപ്പോഴും ഡിസോൾഡ് ഓക്സിഡേഷൻ്റെ അളവ് ഹൈ ആയിരിക്കണം എപ്പോഴും. കാരണം ഒരിക്കലും കുറയാൻ പാടില്ല. കാരണം ഞാനിപ്പോൾ ബാക്കപ്പ് ഒന്നും കൊടുത്തിട്ടില്ല, ജനറേറ്റർ ബാക്കപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ സ്പെഷ്യൽ കുറച്ച് എയർ പമ്പുകളുണ്ട്. ആ പമ്പുകൾ വെച്ചിട്ട് നന്നായിട്ട് എനിക്ക് എയറേഷൻ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ബയോഫ്ലോക്ക് എനിക്ക് നല്ല രീതിയിൽ ഓടുന്നത്. ഇപ്പോൾ എയറേഷൻ ഇവിടെ കുളത്തിൻ്റെ എല്ലാ കോണിലും കൊടുത്തിട്ടുണ്ടോ? 2 ഫ്ലോവറും 2 എയർ പമ്പും ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും അടിയിൽ എന്നുണ്ടെങ്കിൽ 8 അടി വെള്ളമുണ്ട്. 8 അടി താഴ്ചയിൽ നിന്നാണ് എയർ പമ്പുകൾ 2ഉം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആ വർക്ക് ചെയ്യുന്ന എയർ പമ്പുകളൊക്കെ 8 അടി താഴ്ചയെന്ന്, അത് കുളത്തിൻ്റെ ഏറ്റവും അടിയിലാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ബ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല എയർ മിക്സിങ്, ഓക്സിജൻ മിക്സിങ് വെള്ളമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മെയിൻ സ്ട്രെസ് ഉണ്ടാവില്ല, ഓക്സിജൻ കുറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. ഒരു 4 മണിക്കൂർ വരെ കറണ്ട് പോയാലും എൻ്റെ ഓക്സിജൻ കുറയില്ല. സാർ, അതുപോലെ തന്നെ തുടക്കത്തിൽ ഇവിടെ റാസ് സിസ്റ്റം സെറ്റ് ചെയ്തതാണ്, ഇതൊന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇതിനകത്ത് ആദ്യം വരുന്നത് മെക്കാനിക്കൽ ഫിൽറ്ററാണ്. ആ 2 ബാരൽ കാണുന്നത്. താഴെ കാണുന്നത് ബയോസ്പോഞ്ച് ആണ്. ബയോസ്പോഞ്ച് വെച്ച് അതിനകത്തും ഫിൽറ്റർ ചെയ്യുന്നുണ്ട്, IBC ടാങ്കിൽ. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അത് വരുന്ന ഫിൽറ്റർ ചെയ്ത് വരുന്നത് ബ്ലൂയിലേക്ക് ഒരു ബാരൽ വരുന്നുണ്ട്. അതിനകത്ത് കുറെ മെഷ് ഇട്ടിട്ടുണ്ട്. സെഡിമെന്റ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫിൽറ്റർ ആവും. ആ ഫിൽറ്ററായി വന്ന വെള്ളമാണ് ഇത് 3 ബാരൽ വെച്ചേക്കുന്നത്. 3 കക്ക ഫിൽ ചെയ്തേക്കാണ്. അതിനകത്ത് വീണ് കഴിയുമ്പോഴാണ് pH കറക്റ്റായി വരുന്നത്. pH കറക്റ്റ് ചെയ്യാനും ബാക്ടീരിയ ജനറേഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് pH കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കക്ക ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ ഈ ഒരു യൂണിറ്റ് ഇവിടെ റാസ് ചെയ്യുന്നത്, അതായത് ഈ നേരത്തെ നമ്മൾ കണ്ട പോലെ കുളത്തിൽ ബയോഫ്ലോക്ക് ഉണ്ടായിട്ടില്ല, പകരം ഈ റാസ് ചെയ്യുന്നത് യൂസ് ചെയ്ത്. ഇതിൽ ബാക്ടീരിയാസ് വല്ല വിട്ടിരുന്ന? ഒന്നും ഇട്ടില്ല. നാച്ചുറൽ, അതായത് ഈ വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് നേരിട്ട് അവിടെ സെഡിമെന്റ്സ് മാറ്റുന്നു, ഹാർഡ് പാർട്ടിക്കിൾസ് അവിടെ മാറുന്നു, ബാക്കിയുള്ളത് ഡയറക്റ്റ് ഫിൽറ്റർ ആവുന്നുണ്ട്. സെഡിമെന്റ്സ് അവിടെ ഫിൽറ്റർ ആവുന്നുണ്ട്, ബാക്കി ഡയറക്റ്റ് വെള്ളം വരുന്ന പോവുകയാണ്. പിന്നെ ഈ കക്കത്തോട്ടിൽ വന്നിട്ട് അവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വീണ്ടും ഫിൽറ്ററിംഗ് ഇല്ല, അവിടെ pH മെയിൻറ്റെയിൻ ചെയ്തിട്ട് വീണ്ടും ആ വെള്ളം തിരിച്ച് കൊണ്ടിലേക്ക് വരും. പക്ഷെ ഇത് സക്സസ് ആക്കാൻ പറ്റിയില്ല ആ സമയത്ത്. ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് എനിക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. ഇത്രയും വെയിൽ കൊള്ളുന്നതുകൊണ്ടും ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് സർക്കുലേഷൻ ഫുള്ളായിട്ട് വന്നാലാണ് ഇത് ഫുൾ ഫിൽറ്റർ ആവുള്ളൂ. അപ്പോഴാണ് ഞാൻ ബയോഫ്ലോക്കിനെ പറ്റി പഠിച്ചതും ബയോഫ്ലോക്ക് മനസ്സിലാക്കിയതും. അത് ആണ് ഇനിയുള്ള കാലത്ത് ഒരിക്കലും നമുക്ക് റാസ് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. റാസ് സക്സസ് ആണ്, നല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ടെക്നോളജി ഒരു നമുക്ക് നോർമലി ഒരു കർഷകന് പറ്റില്ല. അല്ലെങ്കിൽ അത് മാത്രമായിട്ട് അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ചെയ്യണം, അത്ര ലക്ഷങ്ങൾ മുടക്കണം അതിനകത്തേക്ക്. ഈ ലക്ഷങ്ങൾ മുടക്കി നമ്മളതിനകത്ത് നിന്ന് റിട്ടേൺ കിട്ടാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ചിലവ് കുറച്ച് നമുക്ക് മീൻ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ബയോഫ്ലോക്കാണ്. കാരണം ഫീഡിൻ്റെ അളവ് കുറവുണ്ട്, മെയിൻ്റെനൻസിന് എളുപ്പമുണ്ട്, സ്ലറി മാറ്റാൻ പോകണ്ട, അങ്ങനെ ഒത്തിരി അസുഖങ്ങളും കുറവുണ്ട്. നോർമലി വരുന്ന മറ്റ് അസുഖങ്ങളും കുറവുണ്ട്. നമുക്ക് എന്തായാലും കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇനി ആര് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ ബയോഫ്ലോക്കാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പോണ്ടെന്ന് ഫ്ലോക്ക് ഇതിലേക്ക് കയറി വരില്ലേ? റാസിനകത്ത് ഫ്ലോക്ക് കയറിയാലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഡെൻസിറ്റി കുറവായിട്ടേക്കണത്. എല്ലാം കൂടെ 10,000 മീനാണ് ഇട്ടിട്ടുള്ളൂ. എനിക്ക് ഉണ്ടാകുന്ന ഫ്ലോക്ക് കംപ്ലീറ്റ് തീരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റാസിൽ പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഫിൽട്രേഷന്
ബ്ലോക്ക് ആവുക അങ്ങനെ എന്തെങ്കിലും? ഫിൽട്രേഷൻ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്യുന്നത് ഞാൻ തുറന്നെൻ്റെ വാഴയ്ക്കും മറ്റു കൃഷിക്ക് വേണ്ടി നനക്കുന്നുണ്ട്. ഓക്കെ. കാരണം ഞാൻ ആദ്യം റാസിലേക്ക് പോകാൻ കാരണം എനിക്ക് വെള്ളത്തിന് ചെറിയ ക്ഷാമമുണ്ട് ഇവിടെ. കാരണം അതുകൊണ്ട് വെള്ളം കൂടുതൽ കളയാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ റാസ് ചെയ്ത് കുറച്ച് വെള്ളം വേസ്റ്റ് ആക്കാനുണ്ടെങ്കിൽ റാസ് ചെയ്യുന്നവർക്ക് ഏറ്റവും എളുപ്പമാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇവിടുത്തെ പവർ കണക്ഷൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഇവിടെ എങ്ങനെ ഈ കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് തരുമോ? ഇത് 5B എന്ന് പറയുന്ന താരിഫിൽ കിട്ടുന്ന കണക്ഷനാണ്. അതിന് നമ്മൾ 2 രീതിയിൽ കണക്ഷൻ എടുക്കാൻ പറ്റും. ഞാൻ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയിട്ട് അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി. എല്ലാവർക്കും ഇത് കൊടുത്തോളണമെന്നില്ല. ഇപ്പോൾ ഇതിനിപ്പോൾ യൂണിറ്റ് എത്ര? ഇതിപ്പോൾ 2 രൂപ 70 പൈസ ആണ് ഒരു യൂണിറ്റിന് വരുന്നത്. ഒരു മാസം 1000 യൂണിറ്റ് ഉപയോഗിക്കാം. 1000 യൂണിറ്റ് കഴിഞ്ഞാൽ താരിഫ് മാറും. നോർമലി അവർ പറയുന്നത് 1000 യൂണിറ്റിനാണ് പറയുന്നത്. അപ്പോൾ 2 മാസം മുമ്പ് 2000 യൂണിറ്റ് ഉപയോഗിക്കാം. ഈ ഒരു ഇത് കിട്ടാൻ, താരിഫ് പ്ലാൻ കിട്ടാൻ എന്ത് ചെയ്തത്? എന്തെങ്കിലും ഇതിന് നമുക്ക് 5B എന്നൊരു കണക്ഷനാണ്. അത് നോർമലി തരുന്നത് പൗൾട്രി ഫാമിനുള്ള കണക്ഷനാണ്. പക്ഷേ ഇപ്പോൾ അത് അക്വാകൾച്ചറിനും ഫിഷ് ഫാമിനും കൊടുക്കുന്നുണ്ട്. അതിന് ഏറ്റവും എളുപ്പമാർഗ്ഗം FFDA പോയിട്ട് നമ്മൾ ഒരു മീൻ വളർത്തൽ കർഷകനാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അവിടെ തരും. അത് മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കിട്ടും. കൂടാതെ അതിൻ്റെ കൂടെ 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒന്ന്, ആധാർ കാർഡിൻ്റെ കോപ്പി, ഓതറൈസ്ഡ് ലൈസൻസിയുടെ സ്കെച്ചും ആപ്ലിക്കേഷനും, മൂന്നാമത് ഈ പറയുന്ന FFDA എന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. ഇത് 3 മാത്രം മതി ഇപ്പോൾ നമുക്ക് കണക്ഷൻ വേണമെങ്കിൽ. ഇവിടെ ഉപയോഗിച്ചുള്ള മോട്ടറും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ്? ഇവിടെ ഞാൻ മെയിനായിട്ട് ഒരു 2 ബ്ലോർ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് മറു സൈഡിലുണ്ട്. പിന്നെ 2 സ്പെഷ്യൽ ഇഞ്ചക്ടർ, എയർ ഇഞ്ചക്ടറാണത്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എത്ര അടി വെള്ളം ഉണ്ടെങ്കിലും, 8 അടിയോ 10 അടിയോ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് എയർ പ്രഷ് ചെയ്യാൻ പറ്റും. 350 വാട്ട്സാണ് ഈ മോട്ടറിൻ്റെ പവർ. ഇത് 150 വാട്ട്സേ ഉള്ളൂ. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ഇത് നമുക്ക് മാക്സിമം 2 അടി ഡെപ്തിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഉള്ള വെള്ളത്തിനകത്തുനിന്ന് എയർ മിക്സ് ആവില്ല. അപ്പോൾ മറ്റ് 2 യൂണിറ്റ് ഇതിന് സഹായിക്കും. ഇപ്പോൾ എത്ര യൂണിറ്റ് വരുന്നുണ്ട്? എനിക്ക് ആവറേജ് ഇപ്പോൾ ഞാൻ ഒരു അറ്റ് എ ടൈമിൽ എനിക്ക് 1/2 HP മോട്ടർ ആണ് ഓടുന്നത്. അപ്പോൾ എനിക്ക് 1/2 HP മുതൽ 3/4 HP വരെ 12 യൂണിറ്റ് കറണ്ടാണ് ഒരു ദിവസം എനിക്ക് വരുന്നത്. ഇപ്പം 10-12 മാക്സിമം ഒരു 10 to 15 യൂണിറ്റിൻ്റെ യൂണിറ്റിനുള്ളിൽ എനിക്ക് വരില്ല ഒരു ദിവസം അല്ല. എനിക്ക് ഇത്രയും പോണ്ടിലേക്കുള്ള എയറേഷൻ കംപ്ലീറ്റ് എയറേഷനും പമ്പിങ്ങും എല്ലാം കൂടി 15 യൂണിറ്റ് വരില്ല. ബാബു ചേട്ടൻ്റെ ഈ ഒരു ഫാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, കണ്ടു മനസ്സിലാക്കാനുണ്ട്. നമ്മൾ പകർത്താൻ ശ്രമിച്ചത് മത്സ്യകൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. നിങ്ങളോട് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു റിക്വസ്റ്റേ ഉള്ളൂ. കാരണം വെച്ചാൽ മത്സ്യകൃഷിയെക്കുറിച്ച് നമ്മൾ പുതിയ കൃഷി രീതിയെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ, അതായത് നൂതന ടെക്നോളജിയ, റാസ്, ബയോഫ്ലോക്ക്, അക്വാപോണിക്സ് ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കർഷകൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം പങ്കുവെക്കുന്ന വാക്കുകളും കാഴ്ചകളുമാണ് നമ്മൾ പകർത്താൻ ശ്രമിക്കേണ്ടത്. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഫാം പോയി വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു കൺസൾട്ടൻറ്റിനെ കാണുക. എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഒരു കൃഷി രീതി അനുകരിക്കാനും അതുപോലെ തന്നെ ആ ഒരു രീതിയിലേക്ക് മാറി നമ്മുടെ ഫാമും പുതിയ കൃഷി രീതികളൊക്കെ പരീക്ഷിക്കാനുള്ള ശ്രമം നടത്തേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്നിവിടെ കണ്ടത്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു കാഴ്ചയെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠനം നടത്തുക, വ്യക്തമായിട്ട് അറിവ് നേടുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ഓരോ കൃഷി രീതിയും നമുക്ക് ഉൾക്കൊണ്ട് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഫാമിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബാബു ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാം. പറ്റുന്നുണ്ടെങ്കിൽ കോതമംഗലത്ത് ഇവിടെ വന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹമുള്ള സമയത്ത് വേണമെങ്കിൽ ഒരു പെർമിഷൻ എടുത്തിട്ട് വന്ന് കാണാം. അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.